എങ്ങനെയാണ് ഭൂമാഫിയ ഒരു പ്രദേശത്തെ ജനജീവിതത്തെ ആകെ തകിടം മറിച്ച് ഒടുവിൽ ആ പ്രദേശത്തിന്റെ അധിപരായി മാറുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ മാരാരിക്കുളം പൊള്ളേത്തയിൽ ഉള്ള റിസോർട്ട് മാഫിയയുടെ കടന്നുവരവ്. ജനിച്ചു വളർന്ന ഭൂമിയിൽ നിലനിൽക്കാനുള്ള പോരാട്ടം നടത്തുന്ന ഈ തീരദേശ ജനതയ്ക്കൊപ്പം ആണ് ന്യൂസ് 18 ഇന്ന് ന്യൂസ് ടെൻസ് പങ്കുവെക്കുന്നത്. പ്രത്യേകിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് ജീവിതം വഴിമുട്ടുന്ന സാഹചര്യം ആണ് ഉള്ളത്. എന്താണ് സംഭവിച്ചത് എന്നതാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. ശരണ്യ സ്നേഹജൻ ആണ് ഈ ഘട്ടത്തിൽ ചേരുന്നത്. ശരണ്യ, നമ്മൾ പലപ്പോഴും ഈ സിനിമകളിൽ മാത്രമാണ് ഇത് കണ്ടു പരിചയമുള്ളത്. ഈ കാർഷിക മേഖലയിലേക്ക്, ചില ഗ്രാമപ്രദേശങ്ങളിലേക്ക് വമ്പൻ ഗ്രൂപ്പുകൾ എത്തും. അവിടെ ആദ്യം കുറച്ച് സ്ഥലം വാങ്ങും, അതിനുശേഷം പരിസരവാസികളെ അടക്കം സമ്മർദ്ദത്തിലാക്കി കൂടുതൽ ഭൂമി വാങ്ങും. ഇതെല്ലാം വികസനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, നാടിന്റെ നന്മയ്ക്ക് എന്ന പേര് പറഞ്ഞുകൊണ്ടാണ് ചെയ്യാറുള്ളത്. അതിനെ എതിർക്കുന്നവർ ഒക്കെ വികസന വിരോധികളായി മാറുന്ന സാഹചര്യവും സൃഷ്ടിക്കപ്പെടാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ റിസോർട്ട് മാഫിയ എങ്ങനെയാണ് കടന്നു വന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സ്ഥലം അവർ തെരഞ്ഞെടുത്തത്? അതിലേറ്റവും പ്രധാനപ്പെട്ടത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ഏകദേശം 5 വർഷത്തിന് മുകളിലായി ഈ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ കണ്ടത് പൊള്ളേത്തൈ ഭാഗം, അതായത് മാരാരി ബീച്ചിനോട് ഏറ്റവും ചേർന്ന ഭാഗമാണ്. ഇപ്പോൾ ഇനി ആലപ്പുഴയിൽ ഏറ്റവും അധികം ടൂറിസം സാധ്യതകൾ ഉണ്ടാകാൻ പോകുന്ന ഒരു ബീച്ചാണ്. ഏറ്റവും മനോഹരമായ ബീച്ചാണ് മാരാരി. അപ്പോൾ അവിടെ ആ ഭാഗത്തെന്ന് പറഞ്ഞാൽ ഇനി ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സാധ്യത ടൂറിസമാണ്. അപ്പോൾ ആ ഒരു സാധ്യതയെ മുതലെടുത്തുകൊണ്ട് റിസോർട്ടുകളുടെ പ്രധാന കേന്ദ്രമായി മാറുന്ന ഒരു ഇടമാണ് ഈ മാരാരിക്കുളവും ഒപ്പം തന്നെ പൊള്ളേത്തൈ അടക്കമുള്ള ഭാഗങ്ങൾ. അവിടെയാണ് അഭിലാഷ വളരെ തന്ത്രപൂർവ്വം അവിടുത്തെ ജനങ്ങളെ, അതായത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ അടക്കം പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അതായത് ഇങ്ങനെ വിഴുങ്ങുന്ന പോലെയാണ്. ഓരോ ഭാഗവും ആദ്യം വാങ്ങി പിന്നീട് അതിന് നടുക്കുള്ള ആളുകളെ ഒറ്റപ്പെടുത്തുന്നു. അവർക്ക് മറ്റ് സാധ്യതകളില്ലാതെ വരുന്നു. അതോടുകൂടി അവരത് വിൽക്കുന്നു. അങ്ങനെ ആദ്യം ഈ മാരാരിക്കുളത്ത് കുരുവി എന്ന് പറഞ്ഞു. അത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ ആർക്കും ഇത് ആരുടേതാണ് പൂർണ്ണമായ സ്ഥലം എന്നുള്ളൊരു വ്യക്തത കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. പഞ്ചായത്ത് രേഖകളിൽ ഉപയോഗിച്ചിരുന്നത്, നമ്മൾ അവരുടെ കെയർ ടേക്കറുമായി സംസാരിച്ചു. അതായത് ഈ ഒരു റിസോർട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ചുറ്റുമതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനായി ചുമതലപ്പെടുത്തിയിട്ടുള്ള തലയോലപ്പറമ്പ് സ്വദേശിയായ കെയർ ടേക്കറുമായി നമ്മൾ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ആദ്യം ഇത് കുരുവി എന്ന് പറഞ്ഞിട്ട് ഒരു പാല കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരാളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആ ഒരു കമ്പനിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് പിന്നീട് അത് ഇൻഫ്ര എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പേരിലേക്ക് പിന്നീട് മാറ്റുന്നു. ഇപ്പോൾ അതിനകത്ത് മാരാരി ബീച്ച് വില്ലേജ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് അതൊരു സംയുക്ത സംരംഭമായാണ് പോകുന്നത്. അപ്പോൾ ഈ കുരുവി എന്ന് പറയുന്നത് ആദ്യം അവിടെ സ്ഥലം വാങ്ങുന്നത് 7 ഏക്കർ സ്ഥലമാണ് വാങ്ങുന്നത്. ആ 7 ഏക്കർ സ്ഥലം വാങ്ങുന്ന സമയത്ത് പിന്നീട് ഈ മാരാരി ബീച്ച് വില്ല പ്രോജക്റ്റ് കൂടി വരുന്നതോടുകൂടി അതിൻ്റെ ആ പ്രദേശത്തേക്കുള്ള ഭൂമിയുടെ ഇടപാടുകൾ വ്യാപിക്കുന്നു. അതായത് 25 ഏക്കറിലേക്ക് അത് വ്യാപിക്കുന്നു. അപ്പോൾ ആ 25 ഏക്കറിനുള്ളിൽ അവിടെ താമസിച്ചിരുന്ന മനുഷ്യരുണ്ടായിരുന്നു. അവിടെ നടവഴിയായി ഉപയോഗിച്ചിരുന്ന, അവർക്ക് പരമ്പരാഗതമായി വർഷങ്ങളായി അവർ ഉപയോഗിച്ചിരുന്ന വഴികളുണ്ടായിരുന്നു. അപ്പോൾ ഈ 25 ഏക്കറിനകത്തുള്ള പല വീടുകളും ഈ റിസോർട്ടിന് വിറ്റ് പോയതോടുകൂടി, അതായത് വിൽപ്പിക്കുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. കാരണം ചുറ്റും വരഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിക്കുമ്പോൾ നമ്മൾ വിറ്റ് പോകും. അതാണ് നിവൃത്തി. കാരണം നമ്മൾ ചെന്ന് കണ്ട പല വീടുകളും എന്ന് പറയുന്നത് ഇപ്പുറത്തെ സൈഡിലും റിസോർട്ടിൻ്റെ സ്ഥലമുണ്ട്. അവർ മതിൽ കെട്ടിയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അവർ അപ്പുറവും ഇപ്പുറവും എല്ലാം ഈ റിസോർട്ടിൻ്റെ സ്ഥലമാണ്. അപ്പോൾ വലിയ മതിലാണ് അവിടെ ഉയരുന്നത്. അകത്ത് നിൽക്കുന്നവൻ എങ്ങോട്ട് പോകുമെന്നുള്ള ചിന്തയിൽ ചിന്തിച്ച് സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടി അവർ സമീപിച്ചു കഴിഞ്ഞു. ചിന്തിച്ച് തീരുമാനമെടുത്തോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഇട്ട് കൊടുത്തിട്ട് ആളുകളിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി ചുറ്റും മതിൽ വന്നു, ഇപ്പുറത്ത് മതിൽ നാളെ വരാം. അപ്പോൾ ആ മതിലിലേക്ക് വരുന്ന സമയത്തിന് മുമ്പ് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോകുക, അതാണ് ആ മനുഷ്യരിൽ പ്രയോഗിക്കുന്ന തന്ത്രം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ചെറിയ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി വരുന്ന വഴികളുണ്ട്. അപ്പോൾ ഈ 25 ഏക്കറിനുള്ളിൽ വന്ന നടവഴികളെല്ലാം തന്നെ അന്ന് വർഷങ്ങളായി ഉപയോഗിച്ചിരുന്ന ജനങ്ങൾക്ക് ആ വഴികൾ വിട്ടു നൽകേണ്ടതാണ്. അതായത് വഴി എന്നുള്ളത് ഒരു സ്ഥല വിൽപ്പനയിൽ അടിസ്ഥാനപരമായി നൽകേണ്ട സാധനമാണ്. അപ്പോൾ ആ ഒരു വഴി വിട്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഈ റിസോർട്ട് അതിൻ്റെ ഒരു തന്ത്രം പ്രയോഗിക്കുന്നത്. അതായത് ഈ 25 ഏക്കറിൽ ഉൾപ്പെടുന്ന ഭൂമിയിൽ വരുന്ന വഴികൾ ഉപയോഗിച്ചിരുന്ന മനുഷ്യർക്ക് അവർ പരമ്പരാഗതമായി ഉപയോഗിച്ച മത്സ്യത്തൊഴിലാളികളടക്കം തീരദേശ ഹൈവേയിലേക്ക് വരാൻ ഉപയോഗിച്ചിരുന്ന ആ വഴികൾക്ക് പകരം നിങ്ങൾ
ജനങ്ങൾക്ക് റിസോർട്ടിന്റെ തെക്കേ അതിർ ഭാഗത്തായിട്ട് ഉള്ള ഒരു ഭാഗത്ത് വഴി തരാം. അതായത് പൂർണ്ണമായി റിസോർട്ട് നൽകേണ്ടതില്ല. അവിടെയുള്ള ജനങ്ങളുടെ അവർ താമസിക്കുന്ന പുരയിടങ്ങളുടെ ഉൾപ്പെടെ സ്ഥലം ജനങ്ങൾ വിട്ടു നൽകുന്നു. ഒരു ഭാഗത്ത് വരുമ്പോൾ അത് റിസോർട്ടും വിട്ടു നൽകണം. അതിന്റെ എൻഡ് എന്ന് പറയുന്നത്, അതായത് റോഡിലേക്ക് കടക്കുന്ന എൻഡ് റിസോർട്ടിന്റെ ഭാഗമാണ് വിട്ടു നൽകുകയും ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ജനങ്ങൾ അവിടെ 1.5 മീറ്റർ വീതം 2 സൈഡിലും ജനങ്ങൾ ഉൾപ്പെടെ 5 വർഷമായി അവർ സ്ഥലം വിട്ടുകൊടുത്ത് വഴിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുകയാണ്. അങ്ങനെ ക്രമീകരിക്കുന്ന ഏറ്റവും ഒടുവിൽ വന്നപ്പോൾ ആ റോഡിന്റെ എൻഡിലേക്ക് എത്തുന്ന ഭാഗത്തേക്ക് എത്തിയപ്പോൾ റിസോർട്ട് 25 ഏക്കർ സ്ഥലമുള്ള ആ റിസോർട്ട് ഉടമകൾ ആ വഴി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ മുഴുവൻ പ്രോജക്റ്റും താറുമാറാവുകയും ഇവർക്ക് അവിടെ ഒന്നും നമ്മൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായി സംസാരിച്ചു, പഞ്ചായത്ത് പ്രതിനിധികളുമായി സംസാരിച്ചു. അപ്പോൾ മുഴുവൻ പേർക്കും പറയുന്നത് ഇവിടെ ഈ എൻഡിലും കൂടെയുള്ള ഭാഗം അവർക്ക് കിട്ടിയില്ലെങ്കിൽ ആ പ്രോജക്റ്റ് ഒരിക്കലും അപ്രൂവൽ ആവില്ല. മാത്രമല്ല ഈ റോഡ് എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഒരിക്കലും സാക്ഷാത്കരിക്കാൻ പോവുകയും ചെയ്യുന്നില്ല. അതായത് തീരദേശ ഹൈവേ മുതൽ പടിഞ്ഞാറ് മാരാരിക്കുളം ബീച്ച്, അതായത് ഈ റിസോർട്ടിന്റെ അതിരെന്ന് പറയുന്നത് ബീച്ച് ഫ്രണ്ടാണ്. അവിടേക്ക് ആരും കടന്നു വരാത്ത രീതിയിൽ ഒരു പ്രൈവറ്റ് ബീച്ച് പോലെ ഈ 1 കിലോമീറ്ററോളം വീതിയുണ്ട് ആ പടിഞ്ഞാറ് ഭാഗം. ഏറ്റവും മനോഹരമായൊരു പ്ലോട്ടാണത്. അപ്പോൾ അങ്ങനെ വരത്തക്ക രീതിയിൽ മൊത്തത്തിൽ അവിടെയുള്ള മനുഷ്യരെ ഒഴിപ്പിച്ച് ഇത് കൈക്കലാക്കുക എന്നുള്ള തന്ത്രമാണ്. കാരണം നമ്മൾ അന്വേഷിച്ചിടത്തോളം മനസ്സിലാക്കിയത് തെക്കേ അതിരാണ് ഒരു പൊതു റോഡിനായി കൊടുക്കാമെന്ന് ജനങ്ങളും റിസോർട്ടുകാരുമായി അവരുടെ വഴി കയ്യേറിയ സമയത്ത്, അല്ല അവരുടെ വഴി എടുത്ത് ഇവർ 25 ഏക്കർ എടുത്ത സമയത്ത് പറഞ്ഞ ആ ഒരു എഗ്രിമെന്റ് എങ്കിൽ ഇപ്പോൾ ഈ വഴി കൊടുക്കാമെന്ന് പറഞ്ഞ ഭാഗത്തിന്റെ തെക്ക് ഭാഗവും റിസോർട്ട് വാങ്ങി തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ വ്യാപിച്ച് തുടക്കത്തിൽ തുടങ്ങി അത് വ്യാപിച്ച് ഒരു വലിയ സംവിധാനമായി ആ ഭാഗത്തെ മുഴുവൻ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അവിടെയുള്ള പാവപ്പെട്ട മനുഷ്യരുടെ, അതായത് അവര് എന്നൊരു ദൃശ്യം കാണിച്ചു. അതായത് മരണം കഴിഞ്ഞ് ഒരു ഡെഡ് ബോഡി കൊണ്ടുപോകാനായി പാടുപെടുന്ന മനുഷ്യരെ കണ്ടു. അതായത് അവർ കടന്നു പോകുന്ന ഒരു പാലം എന്ന് പറയുന്നത്, കുട്ടികൾ ഉൾപ്പെടെ കടന്നു പോകുന്നത് പഴയ പോസ്റ്റ്, അതായത് നമ്മൾ ഇലക്ട്രിക് പോസ്റ്റിന്റെ ആ കോൺക്രീറ്റ് തൂണുകൾ ഇട്ട 3 തൂണുകൾ ഇട്ടൊരു പാലമാണ് ഇതുങ്ങൾ കടന്നു പോകുന്ന വഴി എന്ന് പറയുന്ന ഒരു അത്തരത്തിൽ പല തോടുകളുണ്ട്. ഈ 25 ഏക്കറിന് അകത്ത് അറ്റപ്പെട്ടു പോയിട്ടുള്ള അങ്കനവാടിയുണ്ട്. ഒപ്പം തന്നെ ഇതിനകത്തുകൂടെ ഈ ശവശരീരം പിടിച്ച് പുറത്തേക്ക് എടുക്കാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥ. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ആ ഓരോ ആളുകളോടും അവിടെ നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ വലിയ ആൾക്കൂട്ടം നമ്മുടെ പുറകെ ഇറങ്ങി വരുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടത്. കാരണം അവർക്ക് അവരുടെ നിലനിൽപ്പിന്റെ പോരാട്ടമായി സംഭവം മാറിയിരിക്കുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ നമ്മുടെ പുറകെ വന്ന് അവരുടെ പ്രശ്നങ്ങൾ വിശദീകരിച്ച് ഓരോ വീടുകൾ തുറന്നും ആളുകൾ പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥയാണ്. അതൊരു വലിയ നിസ്സഹായ അവസ്ഥയാണ്. ഇപ്പോൾ റിസോർട്ട് കെട്ടിത്തുടങ്ങിയിരിക്കുന്ന ഭാഗത്ത് നിന്ന് വീണ്ടും അവരുടെ തെക്കേ ഭാഗത്തു കൂടി കെട്ടിത്തുടങ്ങിയാൽ അവിടെ ജനങ്ങൾ ഒറ്റപ്പെട്ടു തുടങ്ങും. നമ്മളിപ്പോൾ ആ സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ഈ 25 ഏക്കറോളം വരുന്ന ഭൂമി എന്ന് പറഞ്ഞാൽ ഒരു നിബിഡ വനം പോലെ കിടക്കുകയാണ്. അപ്പോൾ ഈ ആളുകൾ ഇപ്പോൾ നടന്നു പോകുന്ന വഴികളെന്നൊക്കെ പറഞ്ഞാൽ വളരെ ദുസ്സഹമാണ്. മഴക്കാലമായാൽ കുഞ്ഞുങ്ങൾക്ക് നടക്കാൻ പോലും കഴിയില്ല. മൊത്തം കാട് പിടിച്ച അവസ്ഥയാണ്. സ്ട്രീറ്റ് ലൈറ്റ് ഇടാൻ നടക്കുന്നില്ല. ഒപ്പം തന്നെ ഇവർ പോകുന്ന വഴിയിൽ മുഴുവൻ ഇത്തരത്തിൽ ഇഴജന്തുക്കളുടെ ശല്യം ഉണ്ടാകുന്നു. കാരണം റിസോർട്ട് അത് വൃത്തിയാക്കുന്നില്ല. ആ ഭാഗം മുഴുവൻ ഇങ്ങനെ കിടക്കുവാണ്. തർക്കമുള്ളതിനാൽ ആ ഭാഗത്ത് ഇപ്പോൾ തൽക്കാലത്തേക്ക് മതിലിട്ടാൻ നിൽക്കുന്നു. പക്ഷേ നമ്മൾ ആ കിഴക്കേ എൻഡിലേക്ക് വരുമ്പോൾ അവര് കൊടുക്കാമെന്ന് പറഞ്ഞ ഭാഗത്തുൾപ്പെടെ പാറ ഇറക്കിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ പാറ ഇറക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക് പാറ നമ്മൾ ലോഡ് ഇറക്കുമ്പോൾ കൂട്ടിയിടുന്നതല്ല, മറിച്ച് ആ കൊടുക്കാമെന്ന് പറഞ്ഞ അങ്കനവാടി ഉൾപ്പെടെ ഉള്ളതിൻ്റെ ഫ്രണ്ടിൽ മൊത്തത്തിൽ നിരത്തി അങ്ങോട്ട് ആർക്കും കടക്കാൻ കഴിയാത്ത രീതിയിൽ വീതിയിൽ പാറ കൂട്ടിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഈ മാരാരിക്കുളം സൗത്ത് പഞ്ചായത്തിലെ 23-ാം വാർഡിലെ ജനങ്ങൾക്കാണ് ഇത്രയധികം ദുസ്സഹമായ ഒരു അവസ്ഥയുണ്ട്. അവിടെ കിടപ്പ് രോഗികളായ ആളുകളുണ്ട്, കുട്ടികളുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. ഒരു മരണം നടന്നാൽ, ഒരു ആരോഗ്യപരമായ ഒരു പ്രശ്നമുണ്ടായാൽ ഈ ജനങ്ങൾ ഇത്രയും ദൂരം ആളുകളെ ചുമന്നുകൊണ്ട് ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ ഉൾപ്പെടെ ഇട്ടിട്ടുള്ള പ്രാകൃതമായ വഴികളിലൂടെ ഇവർ പോകേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഏത് കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ നമ്മൾ ഈ കെയർടേക്കറുമായി സംസാരിച്ചപ്പോൾ കെയർടേക്കർ ഉൾപ്പെടെ നമ്മളോട്, ഈ റിസോർട്ടിന്റെ കെയർടേക്കർ ഉൾപ്പെടെ നമ്മളോട് പറയുന്നത് വഴി നൽകേണ്ടതാണ്, ആ എഗ്രിമെന്റ് നേരത്തെ ഉണ്ടായിരുന്നതാണ്, പക്ഷേ ഇപ്പോൾ ഉടമകൾ അതിന് വില്ലിങ് ആവുന്നില്ല എന്നുള്ള കാര്യമാണ്
വ്യക്തമാക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഈ 25 ഏക്കർ നമ്മൾ പഞ്ചായത്ത് അധികൃതരോട് ചോദിക്കുമ്പോൾ ആദ്യം പറയുന്നത് കുരുവിയാൻ കുരുവി എന്നുള്ള പഴയ രജിസ്ട്രേഷനിൽ തന്നെയാണ് കിടക്കുന്നതെന്ന് പറയുന്നു. പക്ഷേ ഈ കുരുവിയാൻ കുരുവി വിൽപ്പന നടത്തി എന്ന് അവർ സ്ഥിരീകരിക്കുന്നു. എന്നാൽ പുതിയ ആളുകൾ ഒരു വലിയ ഗ്രൂപ്പിനെ, അതായത് നമ്മുടെ രാജ്യത്ത് തന്നെ പ്രധാനപ്പെട്ട ഒരു വലിയ ഗ്രൂപ്പിനെ കുറിച്ചാണ് അവർ പറയുന്നത്. എന്തായാലും ഔദ്യോഗികമായ സ്ഥിരീകരണം കഴിഞ്ഞിട്ട് അവരാണോ എന്ന് നമുക്ക് പറയാം. എന്തായാലും അത്തരത്തിൽ കുരുവിയാൻ കുരുവിയിൽ നിന്നും അത് ഇൻഫ്ര എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് പോകുന്നു. അവിടെ നിന്നും ഇപ്പോൾ മാരാരി ബീച്ച് വില്ല പ്രോജക്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ തുടക്കത്തിൽ നിന്നുള്ള ലക്ഷ്യത്തിൽ നിന്ന് ആ റിസോർട്ടുകൾ മാറിയിട്ടുണ്ട്. മറിച്ച് തെക്ക് ഭാഗത്ത് കൂടി അവർ ഇത് കവർന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഏറ്റവും നടുക്കോട്ട് വരുമ്പോൾ ഇവരെ അങ്ങ് ശ്വാസം മുട്ടിച്ച് ഇവരെ പുറത്തേക്ക് കളയാനാകും